Hello guys, welcome back to my channel Crazy Mood. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻ്റർനെറ്റിന് സ്പീഡ് കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് റേഞ്ച് ഇല്ല അല്ലെങ്കിൽ ഫുൾ റേഞ്ച് ഉണ്ട് എന്നിട്ടും നെറ്റിന് സ്പീഡില്ല, അതിനൊക്കെ സൊല്യൂഷനുമായിട്ടാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ഗൈസ് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. നിങ്ങൾ ആ താഴെ കാണുന്ന ബെല്ലൈക്കനും ആ ചുമല സബ്സ്ക്രൈബർ ബട്ടനും ഒക്കെ അടിച്ച് പൊട്ടിച്ചേക്ക് ഗൈസ്, ഒന്നും നോക്കണ്ട. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നോ സിഗ്നലൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി ഓഫ് ആക്കുക. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്ങിൽസ് കയറുക. അതിനുശേഷം എബൌട്ട് മൈ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗൈസ് നിങ്ങൾക്ക് സിം സെറ്റിംഗ് അല്ലെങ്കിൽ സിം എന്നൊരു ഓപ്ഷൻ കാണാം. അതിലേതെങ്കിലും, അത് പല ഫോണിലും പലതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ നമ്പറുകൾ മൈനസ് ഗൈസ്. അപ്പം ഈ കാണിക്കുന്ന നമ്പറുകളിൽ ഏറ്റവും കുറവ്, അതായത് 100ൻ്റെ താഴെ ഉള്ളിടത്ത് നിങ്ങൾ പോയി നിൽക്കാൻ ശ്രമിക്കുക. അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് നല്ല റേഞ്ച് ഉണ്ടാകും. അല്ലാതെ നമ്മുടെ സിമ്മെ കാണിക്കുന്ന റേഞ്ചിൻ്റെ മണ്ടേ കാണിക്കുന്ന ആ സിഗ്നൽ അനുസരിച്ച് പോയി നിന്നാൽ നിങ്ങൾക്ക് അങ്ങനെ റേഞ്ച് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്യുക ഗൈസ്. അപ്പം നിങ്ങൾ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 100ൻ്റെ താഴേക്കുള്ളിടത്തേ പോയി നിൽക്കാവും. അതായത് ഒരു 80-70 ആ ഒരു റേഞ്ചിലുള്ളിടത്താണ് കേസ് നല്ല റേഞ്ച് വരിക. 100ൻ്റെ മണ്ടയിലേക്ക് റേഞ്ച് വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ 100ൻ്റെ താഴെയുള്ളിടത്ത് പോയി നിൽക്കുക ഗൈസ്. അടുത്ത ടിപ്പിലേക്ക് പോകാം ഗൈസ്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സിൽ കയറുക. അതിനുശേഷം നിങ്ങളുടെ ഏത് സിമ്മാണോ അതിൻ്റെ APN സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗൈസ് നിങ്ങളുടെ സിമ്മിൻ്റെ പേര് കാണാം, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം APN എന്നൊരു ഓപ്ഷൻ. അതല്ല, അത് താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ APN അല്ലെങ്കിൽ IP വേർഷൻ എന്നൊക്കെ കാണാം. അപ്പം നിങ്ങളത് 4.6 എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. 4 എന്നുള്ള ഓപ്ഷൻ ഡിഫോൾട്ടായിട്ട് ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾ എല്ലാം മാറ്റി കൊടുക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇപ്പം നെറ്റിന് സ്പീഡ് കുറവാണെങ്കിൽ നെറ്റിന് സ്പീഡ് കൂടും ഗൈസ്. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഈ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡ് കിട്ടും ഗൈസ്. MB സ്പീഡുകൾ വരെ കിട്ടും. ഇപ്പം നിങ്ങൾ റേഞ്ച് ഇല്ലാത്തയിടത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ കിട്ടും. അത് ഒരു കുറച്ചൊക്കെ റേഞ്ച് ഉണ്ടെങ്കിൽ ഗൈസ് ഒരു MB എങ്കിലും കിട്ടും ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ബട്ടൺ, അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളുടെ ഫോണിൽ മണ്ടേ KB എഴുതി കാണിക്കുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഇത് ജസ്റ്റ് ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഇത് ഓൺ ആക്കിയിട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും സാധനം ഡൗൺലോഡ് ചെയ്യാനിട്ടാൽ നല്ല സ്പീഡ് കിട്ടും ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അവിടുത്തെ സ്പീഡ്. നിങ്ങളുടെ ഫോണിൻ്റെയൊക്കെ മണ്ടയിൽ KB നെറ്റിൻ്റെ സ്പീഡ് കാണിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിടുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ സമയത്ത് കൂടുന്ന സ്പീഡ്. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് പറഞ്ഞ ട്രിക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.